ഇനി ലാപ്ടോപ്പിനും ഫോണിനും TWS-നൊന്നായിട്ട് സെപ്പറേറ്റ് ചാർജറും വള്ളിയും വയറൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കൂടി ഇതാ ഈ ഒരു ഒറ്റ ചാർജറിന്. ഇതൊരു 4-in-1 GAN ചാർജറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു ചാർജറിനുണ്ട്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ബോക്സ്. ഇതിന്റെ പുറത്ത് ഒരുപാട് പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് PD ചാർജിങ്, 3.1, QC ചാർജിങ് എല്ലാം തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. ഈ ഒരു കണക്ടറാണ് ഉള്ളത് കേട്ടോ. നോർമലി ഇതാണ് ഇതിന്റെ പിന്ന് വരുന്നത് കേട്ടോ. ഈ ഒരു പിന്നാണ് വരുന്നത്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ സോക്കറ്റിലൊന്നും സപ്പോർട്ട് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഈ ഒരു സോക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുടക്കിയ ശേഷം നമ്മൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പരിപാടി ചെയ്യും. ഓക്കെ, വേറെ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. കേബിളും കാര്യങ്ങളൊന്നും ഈ ഒരു ബോക്സിൽ ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ GAN ചാർജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ GAN ചാർജറും ഈ നോർമൽ ചാർജറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് ഈ 2 ചാർജറുകളിൽ യൂസ് ചെയ്തിട്ടുള്ള കോമ്പോണൻസ് ആണ് വ്യത്യാസമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നോർമൽ ചാർജറുകളിൽ AC DC കറണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. സിലിക്കോൺ റിലയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്. പക്ഷേ മെയിൻ ആയിട്ട് 2 ഡ്രോബാക്ക് അതിനുണ്ട്. ഫസ്റ്റ് വൺ ആയിട്ട് സിലിക്കൺ ബേസ്ഡ് ചിപ്പുകളുടെ ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നോർമലി ഹീറ്റിംഗ് കുറച്ച് കൂടുതലായിരിക്കും. രണ്ടാമതായിട്ട് ഇതേ കാരണം കൊണ്ട് തന്നെ ഇതിനകത്തുള്ള മറ്റ് ട്രാൻസിസ്റ്ററുകളും കാര്യങ്ങളൊന്നും കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നോർമൽ ചാർജറുകളുടെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള GAN ചാർജറുകളിൽ ഗാലിയം നൈട്രൈഡ് ആണ് സിലിക്കോൺ വരെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ചാർജറിനെ അപേക്ഷിച്ച് നമ്മൾ ഹൈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴും ഇതിന്റെ ഹീറ്റിംഗും കുറവായിരിക്കും, എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മെറ്റീരിയൽ കൂടുതലായിട്ട് കംപ്രസ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ഇതിന്റെ സൈസ് നമ്മുടെ നോർമൽ ചാർജറിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ടെക്ഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 4-in-1 GAN ചാർജറാണ്. സോ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഒരേ സമയം 4 ഡിവൈസുകൾ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ടോട്ടലായിട്ട് 4 പോർട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. 3 USB Type C പോർട്ടും 1 Type A പോർട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റിലെ 2 C ടൈപ്പുകൾ 100 വാട്ട് ഔട്ട്പുട്ടാണ് തരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഫസ്റ്റിലെ 2 Type C പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ 65, 80, 100 വാട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫോണൊക്കെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒട്ടുമിക്ക ലാപ്ടോപ്പുകൾ ഇപ്പോൾ PD ചാർജിങ് സപ്പോർട്ടറാണ്. സോ നിങ്ങൾ അതും വെറി ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള 3ാമത്തെ Type C പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് 20 വാട്ടാണ്. ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ബാങ്ക്, TWS കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. Type C to Type C കേബിളിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് Type A പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് 18 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ബാങ്ക് അല്ലെങ്കിൽ TWS കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, ഇത് കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ വല്ല പുതിയ ചാർജറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് ആഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു GAN ചാർജർ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. സോ ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.